ഷൈജു ഖാലിദ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സൈക്കോളജിസ്റ്റ് ആണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, നന്മമരം ഫൗണ്ടറാണ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഡോക്ടർ നമസ്കാരം. അതായത് ഈ കേഡൽ ഈ കൊലപാതകം നടത്തിയ സമയത്ത് തന്നെ നമ്മൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അപ്പോഴാണ് കേൾക്കുന്നത്. പക്ഷെ അത് ഇത്തരം ഈ ചിന്തകൾക്കപ്പുറം അല്ലെങ്കിൽ ഈ ക്രൂരതയിലേക്ക് സ്വന്തം മാതാപിതാക്കളെയും അല്ലെങ്കിൽ കുടുംബത്തെ തന്നെ അങ്ങനെ ഉന്മൂലനം ചെയ്യാൻ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. പക്ഷേ അതൊന്നുമല്ല, കേഡലിന് മാനസിക പ്രശ്നം ഇല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അത്തരം അത് നമുക്കങ്ങനെ വിശ്വസിക്കാമോ? കാരണം ഇത്തരം വിചിത്രമായൊരു സ്വഭാവം എങ്ങനെയാണ് ഒരാൾക്ക് ഉണ്ടാവുക? അതായത് ഇപ്പൊ അതിനെപ്പറ്റി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം അയാൾ പറഞ്ഞത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ഒരു പ്രവർത്തനം, അത് കണ്ടെത്താനുള്ള ശ്രമം എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ പുതുതായിട്ട് വരുന്നത് അച്ഛനോടുള്ള ചെറുപ്രായം മുതലുണ്ടായിരുന്ന താൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അതായത് തന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചു തരാത്ത, അല്ലെങ്കിൽ തന്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുവാൻ കൂട്ടുനിൽക്കാത്ത ഒരച്ഛനോട് ചെറുപ്രായം മുതൽ കരുതി വെച്ചിരുന്ന ഒരു വൈരാഗ്യം, അതാണ് അച്ഛന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതിനുശേഷം വളരെ വൈകിയ ശേഷം തന്റെ അമ്മയും സഹോദരങ്ങളെയൊക്കെ അതേ പ്രശ്നത്തിന്റെ പേരിലാണ് കൊന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അയാൾക്ക് അച്ഛൻ ഇത്തരത്തിൽ തനിക്കെതിരായി നിന്ന സമയത്തൊന്നും അമ്മയുടെ ഭാഗത്തുനിന്നും സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നും തനിക്ക് അനുകൂലമായിട്ടൊന്നും ഉണ്ടായില്ല, അല്ലെ അച്ഛനെ തനിക്ക് അനുകൂലമായി തിരുത്തി കൊടുത്തില്ല എന്നൊക്കെയുള്ള മനസ്സിൽ സൂക്ഷിച്ച വ്യക്തിപരമായ വൈരാഗ്യം പിന്നീട് സാഹചര്യങ്ങൾ അനുസരിച്ച് അയാൾ അക്രമത്തിന് വേണ്ടി ഗവേഷണം ചെയ്തു കൂട്ടിയ ചില പ്രശ്നങ്ങളാണ് പിന്നീട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മാനസിക ഭ്രാന്തിയുടെ തോതിലും അതേപോലെ ആഭിചാരക്രിയകളുടെയൊക്കെ രീതിയിലേക്ക് മാറ്റി അതിനെ നിർവചിക്കപ്പെട്ടത്. എന്തായാലും ഈ നടക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളൊക്കെയും നമ്മളുടെ പൊതുജനങ്ങൾ കൂടുതൽ ചർച്ചയ്ക്കെടുക്കുകയും കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അന്തരീക്ഷങ്ങളെ കൂടുതൽ ക്രിയാത്മകമായി പഠിക്കുകയും ചെയ്യണം. കാരണം ഓരോ കുട്ടികളും ഇപ്പോ സോഷ്യൽ മീഡിയ, അല്ലെ ഗൂഗിള്, യൂട്യൂബ് അടക്കമുള്ള ഒരുപാട് മാധ്യമങ്ങൾ വഴിയായിട്ട് തെറ്റായ ഒരുപാട് പ്രക്രിയകളെ പറ്റി പഠിക്കുകയും അതൊക്കെ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ കൊലപാതകത്തിൽ തന്നെ മഴു എന്ന ആയുധം സത്യത്തിൽ അയാൾ ഓൺലൈനിൽ വരുത്തി വെച്ച് അപ്പോൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാകും. എന്നിട്ട് ആ കൊലപാതകം നടത്തുകയും ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുകയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും തൊട്ടടുത്ത ദിവസം വന്ന മറ്റൊരു സ്ത്രീയെ കൂടി കൊലപ്പെടുത്തി അവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പൊ അത്രമാത്രം മാനസികമായിട്ട് ഒരു കൊലപാതകം, അല്ലെങ്കിൽ അത് നടത്തിയിട്ട് അവിടെ തന്നെ നിൽക്കാനും ആ മൃതശരീരങ്ങളോടൊപ്പം തന്നെ ചെലവഴിക്കാനുമുള്ള ഒരു മാനസിക രീതിയിലേക്ക് അയാൾ വന്നു. അപ്പൊ അതിനകത്തിൽ ഇനി തെളിവെടുപ്പുകളും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. ലഹരിയുടെ ഒരു അതിപ്രസരം ഇന്നത്തെ തലമുറ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിലേക്ക് പോകുന്നതിന് വളരെ വലിയ കാരണമായിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ കേദലിനെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കടുത്ത ശിക്ഷ നൽകണമെന്ന അഭിപ്രായമാണോ, അതോ ഇത്തരം മാനസികമായ ഉള്ള ഒരു പ്രശ്നമാണ് ഇതിനെ കണക്കാക്കില്ല എന്ന് നിലവിൽ തന്നെ കോടതി പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ പോലും അങ്ങനെ ഒരു പരിഗണന കേദലിന് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള പരിഗണനകൾ കൊടുക്കും തോറും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വ്യാപിക്കുന്നതിന് കാരണമാകും. ഇപ്പൊ നമ്മള് പൊതുവെ മറ്റു രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും മാതൃകാപരം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കുറ്റകൃത്യത്തിന് കിട്ടുന്ന പരമാവധി ശിക്ഷ, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്ന ശിക്ഷയിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ ഒരു പേടി തോന്നുകയുള്ളൂ. ഇപ്പോ ഇവരെ ചിലപ്പോൾ താൽക്കാലികമായി ജയിലിൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്നതിന്റെ പേരിൽ ഒരു കൃത്യമായ പരിശോധന നടത്തി, ഇപ്പോൾ മാനസിക ബുദ്ധിമുട്ടിന്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നതിനപ്പുറം ഒരു കൃത്യമായ പരിശോധന, വിലയിരുത്തൽ നടത്തിയിട്ടാണോ അയാൾ ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ് എന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് എന്നൊക്കെയാണ് അതിനകത്തുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ. എന്തായാലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ എന്ത് കുറ്റകൃത്യവും ചെയ്യാമെന്ന ഒരു രീതിയിലേക്ക് ചില കുറ്റവാളികൾ മാറുമോ, അല്ലെങ്കിൽ ശിക്ഷയിൽ ഉണ്ടാകുന്ന ഇളവുകൾ, കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെ പറ്റിയിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ
ഈ കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ശിക്ഷയിലുണ്ടാകുന്ന പരിമിതികൾ മറ്റ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഏത് കുറ്റകൃത്യങ്ങളായാലും അതിന്റെ ശിക്ഷ പരമാവധിയാവുകയും വേഗത്തിലാവുകയും മാതൃകാപരമാവുകയും ചെയ്യണം എന്നുള്ളതാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം. സോമൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും കേരളക്കരയാകെ ഞെട്ടിയ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ വിധി ഇന്നാണ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക.